ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രിസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ ബയോളജിയിൽ നിന്നുള്ള 3ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ 1ഉം 2ഉം ചാപ്റ്റർ ബയോളജിയിൽ നിന്നുള്ളത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, കാണുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ 3ാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കാം. സമസ്ഥിതിക്കായുള്ള രാസ സന്ദേശങ്ങൾ എന്നതാണ് നമ്മുടെ ബയോളജിയിലെ 3ാമത്തെ ചാപ്റ്റർ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ശരീരത്തിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന അവയവ വ്യവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് അന്തസ്രാവി വ്യവസ്ഥ. അപ്പോൾ അന്തസ്രാവി വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന അവയവ വ്യവസ്ഥ ഏതാണ്? അതാണ് അന്തസ്രാവി വ്യവസ്ഥ. അന്തസ്രാവി വ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന പ്രധാന ഘടകങ്ങളാണ് അന്തസ്രാവി ഗ്രന്ഥിയും ഹോർമോണുകളും. അപ്പോൾ എന്തൊക്കെയാണ് അന്തസ്രാവി വ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന ഘടകങ്ങൾ? അതിൽ അന്തസ്രാവി ഗ്രന്ഥിയും ഹോർമോണുകളുമാണ് ഉൾപ്പെടുന്നത്. ഇനി നമ്മൾ ഹോർമോണുകളെ കുറിച്ചാണ് പറയുന്നത്. കോശങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന രാസസന്ദേശവാഹകരാണ് ഹോർമോണുകൾ. അപ്പോൾ ഹോർമോണുകൾ ആരാണ്? നമ്മുടെ കോശങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന രാസസന്ദേശവാഹകരാണ് ഹോർമോണുകൾ. അന്തസ്രാവി ഗ്രന്ഥികളിൽ നിന്ന് ഹോർമോണുകൾക്ക് ശരീരകലകളിലേക്ക് എത്തിച്ചേരാൻ പ്രത്യേക കുഴൽ സംവിധാനങ്ങളും ഇല്ല. അതുകൊണ്ട് ഈ അന്തസ്രാവി ഗ്രന്ഥികൾ അറിയപ്പെടുന്ന പേരാണ് എന്ത്? നാളീരഹിത ഗ്രന്ഥികൾ. അപ്പം നമ്മുടെ അന്തസ്രാവി ഗ്രന്ഥിയിൽ നിന്ന് ഹോർമോണുകൾക്ക് നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചേരാൻ എന്തില്ല? പ്രത്യേകിച്ച് കുഴൽ സംവിധാനങ്ങളൊന്നുമില്ല. അതുകൊണ്ട് അന്തസ്രാവി ഗ്രന്ഥികൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്ത്? നാളീരഹിത ഗ്രന്ഥികൾ. ഹോർമോണുകൾ സംവഹിക്കപ്പെടുന്നത് രക്തത്തിലൂടെയാണ്. നമ്മൾ പറഞ്ഞു, പ്രത്യേക കുഴൽ സംവിധാനങ്ങളൊന്നും ഹോർമോണുകൾക്ക് ഇവിടെ ചെല്ലാനില്ല, നമ്മുടെ ശരീരകലകളിൽ എത്തിച്ചേരാനില്ല. അതുകൊണ്ട് തന്നെ ഈ ഹോർമോണുകൾ സംവഹിക്കപ്പെടുന്നത് എന്തിലൂടെയാണ്? രക്തത്തിലൂടെയാണ്. ഓരോ ഹോർമോണും പ്രത്യേകം ഗ്രാഹികളുള്ള കോശങ്ങളിൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഓരോ ഹോർമോണുകളുടെയും പ്രത്യേകത എന്താണ്? ഇത് പ്രത്യേകം ഗ്രാഹികളുള്ള കോശങ്ങളിൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. ഹോർമോണുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന കോശങ്ങൾ ഏതാണ്? ഹോർമോണുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന കോശങ്ങൾക്ക് പറയുന്ന പേരാണ് ലക്ഷ്യകോശങ്ങൾ. അപ്പോൾ ഹോർമോണുകൾ പ്രവർത്തിക്കുന്നത് ഏത് കോശങ്ങളിൽ മാത്രമാണ്? ലക്ഷ്യകോശങ്ങളിലാണ് ഹോർമോണുകൾ പ്രവർത്തിക്കുന്നത്. ഓരോ ഹോർമോൺ തന്മാത്രയും ഗ്രാഹികളുമായി ബന്ധിച്ച് ഉണ്ടാകുന്നതാണ് ഹോർമോൺ ഗ്രാഹി സംയുക്തം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹോർമോൺ തന്മാത്രകൾ എന്ത് ചെയ്യുന്നു? ഗ്രാഹികളുമായി ബന്ധിക്കുമ്പോൾ എന്തുണ്ടാകുന്നു? ഹോർമോൺ ഗ്രാഹി സംയുക്തം ഉണ്ടാകുന്നു. അടുത്ത് നമ്മൾ പറയുന്നത് പാൻക്രിയാസിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് പാൻക്രിയാസ് എന്നാണ് നമ്മൾ പറയുന്നത്? ഊർജ്ജോൽപാദനത്തിനായി ഗ്ലൂക്കോസ് തന്മാത്രകളെ കോശത്തിലെത്തിക്കുന്ന പ്രവർത്തനത്തിന് മുഖ്യ പങ്ക് വഹിക്കുന്ന ഗ്രന്ഥിയാണ് ഏത്? പാൻക്രിയാസ് ഗ്രന്ഥി എന്ന് പറയുന്നത്. അപ്പോൾ ഊർജ്ജോൽപാദനത്തിനായി നമ്മുടെ ഗ്ലൂക്കോസ് തന്മാത്രകളെ എവിടെ എത്തിക്കുന്നു? കോശത്തിലെത്തിക്കുന്ന പ്രവർത്തനത്തിന് മുഖ്യ പങ്ക് വഹിക്കുന്ന ഗ്രന്ഥിയാണ് ആര്? നമ്മുടെ പാൻക്രിയാസ് ഗ്രന്ഥി. ആമാശയത്തിൻ്റെ തുടർച്ചയായ പക്വാശയത്തിലേക്ക് ബന്ധിപ്പിക്കപ്പെട്ട ഗ്രന്ഥിയാണ് പാൻക്രിയാസ് ഗ്രന്ഥി എന്ന് പറയുന്നത്. അപ്പോൾ പാൻക്രിയാസ് ഗ്രന്ഥി കാണപ്പെടുന്നത് എവിടെയാണ്? നമ്മുടെ ആമാശയത്തിൻ്റെ തുടർച്ചയായ പക്വാശയത്തിലേക്ക് ബന്ധിപ്പിക്കപ്പെട്ട ഗ്രന്ഥിയാണ് ഏത്? പാൻക്രിയാസ് ഗ്രന്ഥി എന്ന് പറയുന്നത്. പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന കോശ സമൂഹത്തിലെ ബീറ്റാ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. അപ്പോൾ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്നൊരു കോശ സമൂഹമുണ്ട്. അപ്പോൾ പാൻക്രിയാസിലെ കോശ സമൂഹത്തിൻ്റെ പേരെന്താണ്? അതാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. അപ്പോൾ ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന കോശ സമൂഹത്തിലെ ബീറ്റാ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഏത്? ഇൻസുലിൻ. അപ്പോൾ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ബീറ്റാ കോശങ്ങളാണ്. പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന കോശ സമൂഹത്തിലെ
ആൽഫ കോശങ്ങളാണ് എന്തുൽപ്പാദിപ്പിക്കുന്നത്? ഗ്ലൂക്കഗോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ആൽഫ കോശങ്ങൾ ഗ്ലൂക്കഗോണെ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ബീറ്റ കോശങ്ങൾ എന്തുൽപ്പാദിപ്പിക്കുന്നു? ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നു. ഇൻസുലിനെ കുറിച്ചാണ് അടുത്ത് നമ്മൾ പറയുന്നത്. ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നത് ഇൻസുലിനാണ്. അപ്പോൾ ഇൻസുലിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നത് ആരാണ്? അത് ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നത് ആരാണ്? നമ്മുടെ ഇൻസുലിനാണ്. ഇൻസുലിൻ എന്ത് ചെയ്യുന്നു? ഗ്ലൂക്കോസിനെ എവിടോട്ട് കൊണ്ടുപോകും? കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നു. കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കുന്നതും ഇൻസുലിനാണ്. അപ്പോൾ ഇൻസുലിൻ്റെ ഡ്യൂട്ടി എന്താണ്? കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ എന്താക്കി മാറ്റുക? ഗ്ലൈക്കോജനാക്കി മാറ്റുക. അതാര് ചെയ്യുന്നു? ഇൻസുലിൻ ചെയ്യുന്നു. ഇനി എന്താണ് ഗ്ലൂക്കഗോൺ ചെയ്യുന്നത്? കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റുന്നത് ഗ്ലൂക്കഗോണാണ്. അപ്പോൾ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കുന്നത് ഗ്ലൂക്കഗോണും ഗ്ലൂക്കോസിനെ എന്താക്കുന്നത്? ഗ്ലൈക്കോജനാക്കുന്നത് ആരുമാണ്? ഇൻസുലിനുമാണ്. അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നത് ആരാണ്? അത് ഗ്ലൂക്കഗോണാണ്. അപ്പോൾ ഗ്ലൂക്കഗോൺ എന്തൊക്കെ ചെയ്യുന്നു? അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. നമ്മുടെ കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ എന്താക്കുന്നു? ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാധാരണ അളവെന്ന് പറയുന്നത് എത്രയാണ്? അപ്പോൾ ഇത് PSCയുടെ നിരന്തരമായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാധാരണ അളവെന്ന് പറയുന്നത് 70 മുതൽ 110 മില്ലിഗ്രാം mg/ml ആണ്. 100 ml 100 ml ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ സാധാരണ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവെന്ന് പറയുന്നത്, ഒരു മനുഷ്യൻ്റെ നോർമൽ റേറ്റ് എന്ന് പറയുന്നത് 70 മുതൽ 110 mg വരെ. ഇനി ഇൻസുലിൻ്റെയും ഗ്ലൂക്കഗോണിൻ്റെയും പ്രവർത്തനത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇൻസുലിനും ഗ്ലൂക്കഗോണും ചേർന്നുള്ള പ്രവർത്തനമാണ് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് സ്ഥിരമായി നിലനിർത്തുന്നത്. അപ്പം നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് സ്ഥിരമായി നിലനിർത്തുന്നതിൽ ആർക്ക് വലിയ പങ്കുണ്ട്? ഇൻസുലിനും ഗ്ലൂക്കഗോണിനും വളരെ വലിയൊരു പങ്ക് ഉണ്ട്. ബീറ്റാ കോശങ്ങൾ നശിക്കുന്നതിൻ്റെ ഫലമായി ഇൻസുലിൻ ഉൽപ്പാദനത്തിലുണ്ടാകുന്ന കുറവോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിനെ കോശങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്തതോ മൂലം രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്നു. അപ്പോൾ എങ്ങനെയാണ്? ബീറ്റാ കോശങ്ങൾ നശിക്കുന്നതിൻ്റെ ഫലമായി, നമുക്കറിയാം ബീറ്റാ കോശങ്ങളാണ് എന്ത് നിർമ്മിക്കുന്നത്? ഇൻസുലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ബീറ്റാ കോശങ്ങളാണ്. അപ്പോൾ ഈ ബീറ്റാ കോശങ്ങൾ നശിക്കുന്നതിൻ്റെ ഫലമായി നമ്മുടെ ഇൻസുലിൻ ഉൽപ്പാദനത്തിൽ എന്തുണ്ടാകുന്നു? കുറവുണ്ടാവുകയോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിനെ കോശങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്തതോ മൂലം എന്ത് ചെയ്യുന്നു? രക്തത്തിൽ എന്തിൻ്റെ അളവ് കൂടും? നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്നു. രക്തത്തിൽ അധികരിച്ച ഗ്ലൂക്കോസിനെ മൂത്രത്തിലൂടെ പുറത്തു കളയുന്നു. അപ്പോൾ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുമ്പോൾ അത് എന്ത് ചെയ്യും? അത് മൂത്രത്തിലൂടെ പുറത്തേക്ക് കളയുന്നു. പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പുള്ള രക്തപരിശോധനയിൽ 126 mg/100 ml എന്ന തോതിന് മുകളിൽ രക്തത്തിൽ ഗ്ലൂക്കോസ് ഉള്ള അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് പ്രമേഹം. അപ്പം എന്താണ് പ്രമേഹം എന്ന് പറഞ്ഞാൽ? നമ്മുടെ പ്രഭാത ഭക്ഷണത്തിന് മുമ്പ് രക്തം പരിശോധിക്കുമ്പോൾ 126 mg ആയിരിക്കണം നമ്മുടെ ഷുഗർ ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അല്ല എങ്കിൽ ഈ 126 mg/100 ml എന്ന തോതിന് മുകളിലാണെങ്കിൽ എന്താണ്? രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവുണ്ടെന്നാണ് അർത്ഥം. ആ ഒരു രോഗാവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് പ്രമേഹം. പ്രമേഹത്തിൻ്റെ മുഖ്യ ലക്ഷണങ്ങൾ വർദ്ധിച്ച വിശപ്പും ദാഹവും കൂടെയുള്ള മൂത്രമൊഴിക്കലുമാണ്. അപ്പോൾ പ്രമേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? വർദ്ധിച്ച വിശപ്പ്, ദാഹം, അതുപോലെ കൂടെയുള്ള മൂത്രമൊഴിക്കലുമാണ്. മൂത്രത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാനുള്ള ടെസ്റ്റാണ് ബെനഡിക്ട് ടെസ്റ്റ്. അപ്പോൾ മൂത്രത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുതലുണ്ടെങ്കിൽ അത് ഏത് ടെസ്റ്റിലൂടെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും? ബെനഡിക്ട് ടെസ്റ്റിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത് നമ്മൾ പ്രമേഹത്തെക്കുറിച്ച്
കുറിച്ചാണ് പറയുന്നത്. ടൈപ്പ് 1 പ്രമേഹവും ടൈപ്പ് 1 പ്രമേഹം 2 തരത്തിലുണ്ട്, ടൈപ്പ് 1 ടൈപ്പ് 2. അപ്പോൾ ടൈപ്പ് 1 പ്രമേഹം ഉണ്ടാകുന്നതിന് പ്രധാന കാരണം എന്താണ്? ഇൻസുലിൻ ഉൽപ്പാദനത്തിലുണ്ടാകുന്ന തകരാറാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് കോശങ്ങളാണ്? ബീറ്റാ കോശങ്ങളാണ്. അപ്പോൾ ഈ ബീറ്റാ കോശങ്ങൾ എന്ത് ചെയ്യുന്നു? നശിപ്പിക്കുമ്പോഴാണ് ഇൻസുലിൻ ഉൽപ്പാദനം ഉണ്ടാവുന്നില്ല. അപ്പോൾ ഈ ഇൻസുലിൻ ഉൽപ്പാദനത്തിൽ ഉണ്ടാകുന്ന തകരാറാണ് ടൈപ്പ് 1 പ്രമേഹം ഉണ്ടാകുന്നതിന് പ്രധാന കാരണം. ഇനി ടൈപ്പ് 2 പ്രമേഹം ഉണ്ടാകുന്നതിനുള്ള പ്രധാന കാരണം എന്താണ്? ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിൻ ഉപയോഗിക്കാൻ കഴിയാതെ വരുന്നതാണ് എന്ത്? ടൈപ്പ് 2 പ്രമേഹം ഉണ്ടാകുന്നതിന് കാരണം. ലക്ഷ്യകോശങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഇൻസുലിനെ ഉപയോഗിക്കാൻ കഴിയാത്തതാണ് ടൈപ്പ് 2 പ്രമേഹത്തിന് കാരണം. പൊണ്ണത്തടിയും ജീൻ തകരാറും ടൈപ്പ് 2 രോഗത്തിന് കാരണമാകുന്നു. അപ്പോൾ ടൈപ്പ് 2 പ്രമേഹത്തിന് എന്തൊക്കെയാണ് കാരണമാകുന്നത്? പൊണ്ണത്തടി, അതുപോലെ ജീൻ തകരാറും ടൈപ്പ് 2 പ്രമേഹത്തിന് കാരണമാകുന്നു. വ്യായാമവും ആഹാര നിയന്ത്രണവും ആവശ്യമെങ്കിൽ മരുന്നുകളുടെ ഉപയോഗവും മൂലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ടൈപ്പ് 2 പ്രമേഹത്തെ നിയന്ത്രിക്കാൻ കഴിയും. ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത് നവംബർ 14. അപ്പോൾ നമുക്കറിയാം ലോക പ്രമേഹ ദിനം എന്നാണ്. നവംബർ 14 ലോക പ്രമേഹ ദിനം എന്ന് പറയുന്നത്. നീലവൃത്തമാണ് ഇതിൻ്റെ ലോഗോ. അപ്പോൾ പ്രമേഹ ദിനത്തിൻ്റെ നവംബർ 14 ലോക പ്രമേഹ ദിനം. ഈ ലോക പ്രമേഹ ദിനത്തിൻ്റെ ലോഗോ എന്ന് പറയുന്നത് എന്താണ്? നീലവൃത്തമാണ്. ലോകാരോഗ്യ സംഘടനയും ഇൻ്റർനാഷണൽ ഡയബറ്റിക് ഫെഡറേഷനും സംയുക്ത ആഭിമുഖ്യത്തിലാണ് എല്ലാ വർഷവും നവംബർ 14 ലോക പ്രമേഹ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ആരൊക്കെ ചേർന്നിട്ട്? നമ്മുടെ ലോകാരോഗ്യ സംഘടന അല്ലെങ്കിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും ഇൻ്റർനാഷണൽ ഡയബറ്റിക് ഫെഡറേഷനും സംയുക്ത ആഭിമുഖ്യത്തിലാണ് എന്ത് ചെയ്യുന്നത്? എല്ലാ വർഷവും നവംബർ 14 ലോക പ്രമേഹ ദിനമായിട്ട് ആചരിക്കുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് ഉപാപചയത്തെക്കുറിച്ചാണ്. എന്താണ് ഉപാപചയം? ശരീരത്തിൽ നടക്കുന്ന നിർമ്മാണ ശിഥിലീകരണ പ്രവർത്തനങ്ങളെ പൊതുവായി പറയുന്ന പേരാണ് ഉപാപചയം. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനം, അതുപോലെ ശിഥിലീകരണ പ്രവർത്തനം, ഇത് രണ്ടും കൂടി ചേർത്ത് നമുക്ക് എന്ത് പറയാം? ഉപാപചയം എന്ന് പറയാം. ഉപാപചയ പ്രവർത്തനങ്ങൾ ഹോർമോണുകളുടെ പ്രവർത്തനത്താലാണ് നിയന്ത്രിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഹോർമോണുകളാണ്. ഈ ഹോർമോണുകളുടെ പ്രവർത്തനത്താലാണ് നമ്മുടെ ഉപാപചയ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുന്നത്? നിയന്ത്രിക്കപ്പെടുന്നത്. ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മുഖ്യ അന്തസ്രാവി വ്യവസ്ഥയാണ് തൈറോയിഡ് ഗ്രന്ഥി. അപ്പോൾ നമ്മുടെ ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മുഖ്യ അന്തസ്രാവി ഗ്രന്ഥി ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? തൈറോയിഡ് ഗ്രന്ഥിയാണ് നമ്മുടെ ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മുഖ്യ അന്തസ്രാവി ഗ്രന്ഥി. അതേത് ഗ്രന്ഥിയാണ്? തൈറോയിഡ് ഗ്രന്ഥിയാണ്. തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോണുകൾ ഏതൊക്കെയാണ്? അപ്പോൾ ഈ തൈറോയ്ഡ് ഗ്രന്ഥി 2 ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതേതൊക്കെയാണ്? ഒന്ന് തൈറോക്സിനും മറ്റൊന്ന് കാൽസ്യട്ടോണിനും. അപ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ്? തൈറോക്സിനുമുണ്ട്, കാൽസ്യട്ടോണിനുമുണ്ട്. തൈറോക്സിൻ്റെ ധർമ്മങ്ങളാണ് അടുത്ത് നമ്മൾ പറയുന്നത്. തൈറോക്സിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? തൈറോക്സിൻ ചെയ്യുന്നത് ഊർജോൽപാദനം വർദ്ധിപ്പിക്കുന്നു. നമ്മുടെ ഊർജോൽപാദനം വർദ്ധിപ്പിക്കുന്നത് ആരാണ്? അത് തൈറോക്സിനാണ്. ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് ഉയർത്തുന്നു. ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും മസ്തിഷ്ക വളർച്ചയും വികാസവും ത്വരിതപ്പെടുത്തുന്നതാരാണ്? അത് തൈറോക്സിനാണ്. കുട്ടികളിലെ ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്നു. അതുപോലെ തൈറോയിഡ് ഗ്രന്ഥിക്കുണ്ടാകുന്ന വൈകല്യങ്ങൾ മനസ്സിലാക്കാൻ തൈറോയിഡ് ഗ്രന്ഥിയെ സ്വാധീനിക്കുന്ന ഏതെല്ലാം ഹോർമോണുകളാണ് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്? അപ്പം നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിക്കുണ്ടാകുന്ന വൈകല്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് തൈറോയിഡ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി തൈറോയിഡ് ഗ്രന്ഥിയെ സ്വാധീനിക്കുന്ന ഏതെല്ലാം ഹോർമോണുകളാണ് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്? അപ്പോൾ തൈറോയിഡുമായി ബന്ധപ്പെട്ട ഏതൊക്കെ ഹോർമോണുകളാണ് നമുക്ക് പരിശോധിക്കുന്നതെന്ന് ചോദിച്ചാൽ T3, T4, TSH, T3, T4, TSH എന്നീ ഹോർമോണുകളാണ് നമുക്ക് തൈറോയിഡ് ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി പരിശോധിക്കുന്ന ടെസ്റ്റുകളെന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് ഹൈപ്പോ തൈറോയിഡിസമാണ്.
തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഹൈപ്പോ തൈറോയിഡിസം. അപ്പോൾ തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്ന അവസ്ഥയ്ക്ക് എന്തെന്ന് പറയുന്നു? ഹൈപ്പോ തൈറോയിഡിസം എന്നാണ് പറയുന്നത്. ഭ്രൂണാവസ്ഥയിലോ ശൈശവാവസ്ഥയിലോ തൈറോക്സിൻ്റെ ഉൽപ്പാദനക്കുറവ് മൂലം ശരിയായ ശാരീരിക മാനസിക വളർച്ച തടസ്സപ്പെടുന്ന അവസ്ഥയാണ് ക്രെറ്റിനിസം. അപ്പോൾ ക്രെറ്റിനിസം ഭ്രൂണാവസ്ഥയിലോ ശൈശവാവസ്ഥയിലോ തൈറോക്സിൻ്റെ ഉൽപ്പാദനക്കുറവ് മൂലം ആർക്കായിരിക്കും ഇതുണ്ടാകുന്നത്? കുട്ടികൾക്കായിരിക്കും അല്ലേ? ശൈശവാവസ്ഥയാകുമ്പോൾ കുട്ടികളല്ലേ ഭ്രൂണാവസ്ഥയിലോ അല്ലെങ്കിൽ ശൈശവാവസ്ഥയിലോ ഈ തൈറോക്സിൻ്റെ ഉൽപ്പാദനക്കുറവ് മൂലം ശരിയായ ശാരീരിക മാനസിക വളർച്ച തടസ്സപ്പെടുന്നു. ആ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് എന്ത്? ക്രെറ്റിനിസം എന്ന് പറയുന്നത്. ഇനി മുതിർന്നവരിൽ തൈറോക്സിൻ്റെ തുടർച്ചയായ കുറവ് മൂലമുണ്ടാകുന്ന അവസ്ഥയാണ് മിക്സഡിമ. അപ്പം മുതിർന്നവരിൽ തൈറോക്സിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം എന്താണ്? അത് മിക്സഡിമ. മുതിർന്നവരിൽ മിക്സഡിമയും കുട്ടികളിലാണെങ്കിൽ എന്തുമുണ്ടാകുന്നു? ക്രെറ്റിനിസവും ഉണ്ടാകുന്നു. മിക്സഡിമയുടെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? കുറഞ്ഞ ഉപാപചയ നിരക്ക്. അപ്പോൾ മിക്സഡിമയ്ക്കുള്ള പ്രധാന ലക്ഷണങ്ങൾ കുറഞ്ഞ ഉപാപചയ നിരക്ക്, മന്ദത, ശരീരഭാരം കൂടുക, ഉയർന്ന രക്തസമ്മർദ്ദം, ശരീരകലകളുടെ വീക്കം എന്നിവയാണ് മിക്സഡിമയുടെ പ്രധാന ലക്ഷണങ്ങൾ. അപ്പോൾ എന്തൊക്കെയാണ് മിക്സഡിമയുടെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്? കുറഞ്ഞ ഉപാപചയ നിരക്ക്, മന്ദത, ശരീരഭാരം കൂടുക, ഉയർന്ന രക്തസമ്മർദ്ദം, ശരീരകലകളുടെ വീക്കം എന്നിവയാണ് എന്തിൻ്റെ ലക്ഷണങ്ങൾ? മിക്സഡിമയുടെ ലക്ഷണങ്ങൾ. അടുത്ത് നമ്മൾ പറയുന്നത് ഹൈപ്പർ തൈറോയിഡിസം ആണ്. അപ്പോൾ എന്താണ് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ? തൈറോക്സിൻ്റെ ഉൽപ്പാദനം കൂടുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഹൈപ്പർ തൈറോയിഡിസം. അപ്പോൾ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ എന്താണ്? തൈറോക്സിൻ്റെ ഉൽപ്പാദനം കൂടുക. തൈറോക്സിൻ്റെ ഉൽപ്പാദനം കൂടുന്ന അവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം. ഉയർന്ന ഉപാപചയ നിരക്ക്, കൂടിയ ശരീര താപനില, കൂടുതൽ വിയർപ്പ്, കൂടിയ ഹൃദയമിടിപ്പ്, ശരീരഭാരം കുറയുക, വൈകാരിക പ്രബുദ്ധത എന്നിവയാണ് മുഖ്യ ലക്ഷണങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഉയർന്ന ഉപാപചയ നിരക്കായിരിക്കും. അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ താപനില എന്ത് ചെയ്യുന്നു? കൂടുന്നു. അതുപോലെ കൂടുതൽ വിയർപ്പുണ്ടാകുന്നു, ഹൃദയനിരക്ക് കൂടുന്നു, ഹൃദയമിടിപ്പ് എന്ത് ചെയ്യുന്നു? കൂടുന്നു. ശരീരഭാരം പക്ഷേ എന്താണ്? കുറയുന്നു. വൈകാരിക പ്രബുദ്ധത എന്നിവയാണ് മുഖ്യ ലക്ഷണങ്ങളെന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് ഗോയിറ്റർ ആണ്. എന്താണ് ഗോയിറ്റർ? തൈറോക്സിൻ്റെ ഉൽപ്പാദനത്തിന് ആവശ്യമായ മൂലകമാണ് അയഡിൻ എന്ന് പറയുന്നത്. അപ്പോൾ തൈറോക്സിൻ്റെ ഉൽപ്പാദനത്തിന് ആവശ്യമായ മൂലകം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് അയഡിനാണ്. അയഡിൻ്റെ അഭാവത്തിൽ തൈറോക്സിൻ്റെ ഉൽപ്പാദനം തടസ്സപ്പെടുന്നത് കാരണം തൈറോയിഡ് ഗ്രന്ഥി അമിതമായി വളരുന്ന അവസ്ഥയാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അയഡിൻ്റെ അഭാവത്തിൽ എന്ത് ചെയ്യുന്നു? തൈറോക്സിൻ്റെ ഉൽപ്പാദനം തടസ്സപ്പെടുന്നത് കാരണം നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥി അമിതമായിട്ട് വളരുന്നു. ഈ ഒരു അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് എന്ത്? ഗോയിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഗോയിറ്റർ ഉണ്ടാകുന്നതിന് കാരണമായ മൂലകം ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അയഡിനാണ്. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് ക്രമീകരണത്തെക്കുറിച്ചാണ് അടുത്ത് നമ്മൾ പറയുന്നത്. തൈറോയിഡ് ഗ്രന്ഥി കാൽസിട്ടോണിൻ ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് ഏതെന്ന് പറയുന്നത്? കാൽസിട്ടോണിൻ. നമ്മൾ പറഞ്ഞു 2 ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? തൈറോക്സിനും കാൽസിട്ടോണിനും. അപ്പോൾ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് ഏതെന്ന് പറയുന്നത്? കാൽസിട്ടോണിൻ എന്ന് പറയുന്നത്. അസ്ഥികളിൽ നിന്ന് കാൽസ്യം രക്തത്തിലേക്ക് കലരുന്ന പ്രവർത്തനം തടയുന്നത് ആരാണ്? നമ്മുടെ ഈ കാൽസിട്ടോണിനാണ്. അസ്ഥികളിൽ നിന്ന് കാൽസ്യം എന്ത് ചെയ്യുന്നില്ല? രക്തത്തിലേക്ക് കലരുന്ന പ്രവർത്തനത്തെ തടയുന്നത് ആരാ? കാൽസിട്ടോണിനാണ്. രക്തത്തിൽ അധികമുള്ള കാൽസ്യത്തെ അസ്ഥികളിൽ സംഭരിക്കുന്നതും ആരാണ്? കാൽസിട്ടോണിനാണ്. അപ്പോൾ അസ്ഥികളിൽ നിന്ന് കാൽസ്യം രക്തത്തിലേക്ക് കലരുന്ന പ്രവർത്തനത്തെ തടയുന്നു. അതുപോലെ രക്തത്തിൽ അധികമുള്ള കാൽസ്യത്തെ എന്ത് ചെയ്യുന്നു? അസ്ഥികളിൽ സംഭരിക്കുന്നു. ഇത് രണ്ടും ചെയ്യുന്നത് ആരാ? നമ്മുടെ കാൽസിട്ടോണിനാണ്. അതുപോലെ തന്നെ എന്താണ്? നമ്മുടെ രക്തത്തിലെ അല്ലെങ്കിൽ അസ്ഥികളിലെ കാൽസ്യത്തിൻ്റെ അളവിനെ
ക്രമീകരിക്കുന്നതും ആരാണ്? നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയിലെ കാൽസ്യട്ടോണിനാണ്. ഈ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് ഒരാൾക്ക് എത്രയായിരിക്കണം? 9 മുതൽ 11 മില്ലിഗ്രാം പെർ 100 ml എന്ന നിരക്കിലായിരിക്കണം. അപ്പോൾ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് എത്രയാണ്? 9 മുതൽ 11 മില്ലിഗ്രാം പെർ 100 ml. 100 ml എങ്ങനെയായിരിക്കണം? 9 മുതൽ 11 മില്ലിഗ്രാം വരെ ആയിരിക്കണം നമ്മുടെ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവെന്ന് പറയുന്നത്. അതുപോലെ വൃക്കകളിൽ നിന്ന് കാൽസ്യത്തെ രക്തത്തിലേക്ക് പുനരാഗിരണം ചെയ്യുന്നതും അസ്ഥികളിൽ കാൽസ്യം സംഭരിക്കുന്നത് തടയുന്നതും നമ്മുടെ പാരാതൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പാരാതെർമോണാണ്. അപ്പോൾ എന്തൊക്കെ ചെയ്യുന്നു? പാരാതൈറോയിഡ് ഗ്രന്ഥിയാണ് എന്തുൽപ്പാദിപ്പിക്കുന്നത്? പാരാതെർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. പാരാതൈറോയിഡ് ഗ്രന്ഥി എന്തുൽപ്പാദിപ്പിക്കുന്നു? പാരാതെർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ജോലി എന്താണ്? വൃക്കകളിൽ നിന്ന് കാൽസ്യത്തെ രക്തത്തിലേക്ക് പുനരാഗിരണം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ കാൽസ്യത്തിൻ്റെ അളവ്, നമ്മുടെ എല്ലുകളിലൊക്കെ കാൽസ്യത്തിൻ്റെ അളവ് കുറയുമ്പോൾ എന്ത് ചെയ്യുന്നു? വൃക്കകളിൽ നിന്ന് കാൽസ്യത്തെ എങ്ങോട്ട് പുനരാഗിരണം ചെയ്യും? രക്തത്തിലേക്ക് പുനരാഗിരണം ചെയ്യുന്നു. അതുപോലെ തന്നെ അസ്ഥികളിൽ കാൽസ്യം സംഭരിക്കുന്നത് തടയുന്നതും ആരാണ്? നമ്മുടെ പാരാതെർമോൺ ആണ്. അപ്പോൾ അവിടെ പാരാതെർമോൺ എന്ത് ചെയ്തു? പാര വയ്ക്കും. അസ്ഥികളിൽ കാൽസ്യം സംഭരിക്കുന്നത് തടയുന്നു. അതുപോലെ വൃക്കകളിൽ നിന്ന് കാൽസ്യത്തെ രക്തത്തിലേക്ക് പുനരാഗിരണം ചെയ്യുന്നതും ഒക്കെ ആരാണ്? പാരാതൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പാരാതെർമോണാണ്. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ അളവ് എന്ന് പറയുന്നത് 9 മുതൽ 11 മില്ലിഗ്രാം പെർ 100 ml ആണെന്ന് നമ്മൾ പറഞ്ഞു. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് വർദ്ധിക്കുമ്പോൾ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഏത്? കാൽസ്യട്ടോണിൻ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് വർദ്ധിക്കുമ്പോൾ തൈറോയിഡ് ഗ്രന്ഥി എന്തുൽപ്പാദിപ്പിക്കുന്നു? കാൽസ്യട്ടോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. കാൽസ്യട്ടോണിൻ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറയ്ക്കുന്നു. അപ്പോൾ കാൽസ്യട്ടോണിൻ എന്ത് ചെയ്യുന്നു? രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കൂടാതെ കുറച്ച് നിർത്തുന്നു. തൈറോയിഡ് ഗ്രന്ഥിയുടെ പിൻഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പാരാതൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് പാരാതെർമോൺ. അപ്പം നമ്മുടെ പാരാതെർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി നമ്മൾ പറഞ്ഞു പാരാതൈറോയിഡ് ഗ്രന്ഥിയാണ്. ഈ പാരാതൈറോയിഡ് ഗ്രന്ഥി എവിടെയാണ് കാണപ്പെടുന്നത്? തൈറോയിഡ് ഗ്രന്ഥിയുടെ പിൻഭാഗത്തായി സ്ഥിതി ചെയ്യുന്നതാണ് പാരാതൈറോയിഡ് ഗ്രന്ഥി. അപ്പോൾ പിൻഭാഗത്ത്, തൈറോയിഡ് ഗ്രന്ഥിയുടെ പിൻഭാഗത്താണ് എന്തുള്ളത്? പാരാതൈറോയിഡ് ഗ്രന്ഥി ഉള്ളത്. അതുപോലെ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്ന ഹോർമോണാണ് ഏത്? പാരാതെർമോൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്ന ഹോർമോണാണ് പാരാതെർമോൺ. അടുത്ത് നമ്മൾ പറയുന്നത് തൈമസിനെ കുറിച്ചാണ്. എന്താണ് തൈമസ് എന്ന് നമുക്ക് നോക്കാം. മാറലിന് പിന്നിലായി സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ മാറലിന് താഴെയായിട്ട് പിന്നിലായി സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവി ഗ്രന്ഥി, മാറലിന് പിന്നിലായി സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് ഏതെന്ന് പറയുന്നത്? തൈമസ് ഗ്രന്ഥി എന്ന് പറയുന്നത്. ശൈശവഘട്ടത്തിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഈ ഗ്രന്ഥി പ്രായപൂർത്തിയാകുമ്പോൾ ചുരുങ്ങി ചെറുതാകുന്നു. അപ്പോൾ തൈമസ് ഗ്രന്ഥിക്ക് ഒരു പ്രത്യേകതയുള്ളത് എന്താണ്? ഇത് ശൈശവഘട്ടത്തിലാണ് വളരെ സജീവമായിട്ട് ആക്റ്റീവായിട്ട് എന്ത് ചെയ്യുന്നത്? പ്രവർത്തിക്കുന്നത്. ഇത് പ്രായപൂർത്തിയാകുന്നതോടെ ഗ്രന്ഥി എന്ത് ചെയ്യും? ചുരുങ്ങി ചെറുതായി പോകും. തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈമോസിൻ. അപ്പോൾ തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? തൈമോസിനാണ്. തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈമോസിൻ. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോണാണ് തൈമോസിൻ. അപ്പോൾ യുവത്വ ഹോർമോണാണ് ഏത്? നമ്മുടെ തൈമോസിൻ എന്ന് പറയുന്നത് യുവത്വ ഹോർമോൺ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ തൈമോസിൻ്റെ എന്താണ് പിക്ചർ തന്നിട്ടുണ്ട്. ഇനി നമ്മൾ പറയുന്നത് ശരീരത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനത്തിന് സഹായിക്കുന്ന ടി ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിനെയും പ്രവർത്തനത്തെയും നിയന്ത്രിക്കുക എന്ന ധർമ്മം നിർവഹിക്കുന്ന ഹോർമോണാണ്
തൈമോസിൻ. അപ്പോൾ തൈമോസിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ ശരീരത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനത്തിന് സഹായിക്കുന്നതാണ് ടി ലിംഫോസൈറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടി ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിനെയും അതിൻ്റെ പ്രവർത്തനത്തെയും നിയന്ത്രിക്കുക എന്ന ധർമ്മം നിർവഹിക്കുന്ന ഹോർമോൺ ആരാണ്? അത് തൈമോസിനാണ്. അപ്പോൾ തൈമോസിനാണ് ടി ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിനും പ്രവർത്തനത്തിനും എന്ത് ചെയ്യുന്നത്? നിയന്ത്രിക്കുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് അഡ്രിനാൽ ഗ്രന്ഥിയെക്കുറിച്ചാണ്. അടിയന്തര ഘട്ടത്തിൽ ശരീരത്തെ പ്രവർത്തന സജ്ജമാക്കുന്ന ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് അഡ്രിനാൽ ഗ്രന്ഥി. അപ്പോൾ അഡ്രിനാൽ ഗ്രന്ഥിയുടെ പ്രത്യേകത അടിയന്തര ഘട്ടത്തിൽ ശരീരത്തിൽ പ്രവർത്തന സജ്ജമാക്കുന്ന ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി. അതാണ് അഡ്രിനാൽ ഗ്രന്ഥി എന്ന് പറയുന്നത്. ഇനി അഡ്രിനാൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അഡ്രിനാൽ ഗ്രന്ഥിയുടെ ഉൾഭാഗമായ മെഡുലയിലെ ഹോർമോണുകളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അഡ്രിനാൽ ഗ്രന്ഥിയുടെ ഉൾഭാഗം ഉൽപ്പാദിപ്പിക്കുന്നത്, ഉൾഭാഗത്തിന് പറയുന്ന പേരെന്താണ്? മെഡുല. ആ മെഡുലയിലെ ഹോർമോണുകൾ ഏതൊക്കെയെന്നാണ് നമ്മൾ നോക്കുന്നത്. അതാണ് എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ അഡ്രിനാലിൻ. എപ്പിനെഫ്രിൻ അഥവാ അഡ്രിനാലിൻ അടിയന്തര സാഹചര്യങ്ങളിൽ സിമ്പതറ്റിക് നാഡീവ്യവസ്ഥയോടൊത്ത് ചേർന്ന് പ്രവർത്തിക്കുന്നതാരാണ്? നമ്മുടെ എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ അഡ്രിനാലിനാണ്. അപ്പോൾ അഡ്രിനാലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ ആരുടെ ഉൾഭാഗമാണ്? നമ്മുടെ അഡ്രിനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന എന്താണ് ഹോർമോണുകളാണ് നമ്മൾ പറയുന്നത്. ഈ അഡ്രിനൽ ഗ്രന്ഥിയുടെ ഉൾഭാഗമായ മെഡുലയിലെ ഹോർമോണുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മെഡുലയിലെ ഹോർമോണാണ് എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ അഡ്രിനാലിൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ജോലി എന്താണ്? അടിയന്തര സാഹചര്യങ്ങളിൽ സിമ്പതറ്റിക് നാഡീവ്യവസ്ഥയോടൊത്ത് ചേർന്ന് പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ അടിയന്തര സാഹചര്യങ്ങളിൽ പോരാടാനോ പിന്തിരിഞ്ഞോടാനോ കഴിയുന്നത് ആരുടെ പ്രവർത്തനം കൊണ്ടാണ്? ഈ എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ അഡ്രിനാലിൻ്റെ പ്രവർത്തനം കൊണ്ടാണ്. അപ്പോൾ സിമ്പതറ്റിക് നാഡീവ്യവസ്ഥയോട് ചേർന്ന് പ്രവർത്തിക്കുന്നത് ആരാണ്? എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ അഡ്രിനാലിനാണ്. അതുപോലെ തന്നെ അടിയന്തര സാഹചര്യങ്ങളിൽ പോരാടാനോ പിന്തിരിഞ്ഞോടാനോ കഴിയുന്നതും എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ അഡ്രിനാലിൻ എന്ന ഹോർമോണിൻ്റെ ഒരു സാന്നിധ്യമാണ്. അടുത്ത നമ്മൾ പറയുന്നത് നോർ എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ നോർ അഡ്രിനാലിൻ. എപ്പിനെഫ്രിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നതാണ് ആര്? നമ്മുടെ നോർ എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ നോർ അഡ്രിനാലിൻ എന്ന് പറയുന്നത്. അപ്പോൾ അഡ്രിനാലിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നതാണ് നോർ അഡ്രിനാലിൻ അല്ലെങ്കിൽ എപ്പിനെഫ്രിൻ. നാഡീവ്യവസ്ഥയെയും അന്തസ്രാവി വ്യവസ്ഥയെയും ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്നതിന് ഉദാഹരണം. അപ്പം നമ്മുടെ നാഡീവ്യവസ്ഥയും അന്തസ്രാവി വ്യവസ്ഥയും ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്നതിന് ഉദാഹരണം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സിമ്പതറ്റിക് വ്യവസ്ഥ ഉത്തേജിക്കപ്പെട്ട് കഴിഞ്ഞാലുണ്ടാവുന്ന ശാരീരിക പ്രവർത്തനങ്ങൾ കൂടുതൽ സമയം നിലനിർത്തുന്നത് എപ്പിനെഫ്രിൻ്റെയും നോർ എപ്പിനെഫ്രിൻ്റെയും പ്രവർത്തനത്തോടെയാണ്. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട്, സിമ്പതറ്റിക്കും പാരാസിമ്പതറ്റിക്കും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ സിമ്പത്തറ്റിക് വ്യവസ്ഥ ഉത്തേജിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്ത് ചെയ്യുന്നു? നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾ കൂടുതൽ സമയം നിലനിർത്തുന്നത് ആരൊക്കെ ചേർന്നിട്ടാണ്? എപ്പിനെഫ്രിൻ്റെയും നോർ എപ്പിനെഫ്രിൻ്റെയും അല്ലെങ്കിൽ അഡ്രിനാലിൻ്റെയും നോർ അഡ്രിനാലിൻ്റെയും പ്രവർത്തനത്തോടെയാണ്. ഈ ഹോർമോൺ പ്രവർത്തനം നാഡീവ്യവസ്ഥയും അന്തസ്രാവി വ്യവസ്ഥയും ഒത്തുചേർന്ന് പ്രവർത്തിപ്പിക്കുന്നു. അപ്പോൾ ഈ ഹോർമോൺ പ്രവർത്തനം എങ്ങനെയാണ്? ഇത് നാഡീവ്യവസ്ഥയും അന്തസ്രാവി വ്യവസ്ഥയും ഒത്തുചേർന്നാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? പ്രവർത്തിക്കുന്നത്. അടുത്ത് ഇനി നമ്മൾ അഡ്രിനാലിൻ്റെ പുറം ഭാഗമായ കോർട്ടക്സിലെ ഹോർമോണുകളാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനും പറഞ്ഞു. അത് എവിടത്തെയാണ്? അഡ്രിനാലിൻ്റെ ഉൾഭാഗമായ മെഡുല്ലയുടെ ഹോർമോണുകളെയാണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ പറയുന്നത് അഡ്രിനാലിൻ്റെ പുറം ഭാഗമായ കോർട്ടക്സിലെ ഹോർമോണുകളാണ്. കോർട്ടിസോൾ
അതിലൊന്നാമത്തതാണ് ഏത്? കോർട്ടിസോൾ എന്ന് പറയുന്നത്. മാംസ്യം, കൊഴുപ്പ് എന്നിവയിൽ നിന്നുള്ള ഗ്ലൂക്കോസ് നിർമ്മാണം, പ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനം മന്ദീഭവിപ്പിക്കൽ, ശരീരത്തിൽ വീക്കം, അലർജി എന്നിവ ഇല്ലാതാക്കൽ, ഇതൊക്കെ ആരാണ് ചെയ്യുന്നത്? കോർട്ടിസോളിൻ്റെ ധർമ്മമാണ്. അപ്പം എന്തൊക്കെയാണ്? നമ്മുടെ നമ്മളെ അഡ്രിനാലിൻ്റെ പുറം ഭാഗമായ കോർട്ടക്സിലെ ഹോർമോണാണ് ആര്? കോർട്ടിസോൾ എന്ന് പറയുന്നത്. മാംസ്യം, കൊഴുപ്പ് എന്നിവയിൽ നിന്നുള്ള ഗ്ലൂക്കോസ് നിർമ്മാണം ആരാ ചെയ്യുന്നത്? അത് കോർട്ടിസോളാണ്. അതുപോലെ പ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനം മന്ദീഭവിപ്പിക്കുന്നത് ആരാണ്? കോർട്ടിസോളാണ്. ശരീരത്തിൽ വീക്കം, അലർജി എന്നിവ ഇല്ലാതാക്കുന്നതും ആരാണ്? കോർട്ടിസോളാണ്. അടുത്തൊരു ഹോർമോണാണ് ആൽഡോസ്റ്റിറോൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ അഡ്രിനാലിൻ്റെ പുറം ഭാഗമായ ആരാണ്? കോർട്ടക്സിലെ അടുത്തൊരു ഹോർമോണാണ് ഏതെന്ന് പറയുന്നത്? ആൽഡോസ്റ്റിറോൺ. അപ്പോൾ ഒന്നാമത്തെ ആളിനെ നമ്മൾ പഠിച്ചു, ആരാണ്? കോർട്ടിസോൾ. രണ്ടാമത്തത് ആരാണ്? ആൽഡോസ്റ്റിറോൺ. എന്താണ് ആൽഡോസ്റ്റിറോൺ ചെയ്യുന്നത്? വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ലവണജല സന്തുലനാവസ്ഥ നിലനിർത്തുന്നതാരാണ്? ആൽഡോസ്റ്റിറോൺ ആണ്. അപ്പം നമ്മുടെ വൃക്കയിലാണ് പുള്ളിക്കാരൻ പ്രവർത്തിക്കുന്നത്. വൃക്കയിൽ പ്രവർത്തിച്ച് എന്ത് ചെയ്യുന്നു? ശരീരത്തിലെ ലവണജല സന്തുലനാവസ്ഥ നിലനിർത്തുന്നതാരാണ്? ആൽഡോസ്റ്റിറോൺ ആണ്. അതുപോലെ തന്നെ രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നതും ആരാണ്? ആൽഡോസ്റ്റിറോൺ ആണ്. അടുത്ത നമ്മൾ പറയുന്നത് ലൈംഗിക ഹോർമോണുകളാണ്. ലൈംഗിക വളർച്ചയെയും ധർമ്മങ്ങളെയും നിയന്ത്രിക്കുന്നത് ആരാണ്? ഈ ലൈംഗിക ഹോർമോണുകളാണ്. അടുത്ത നമ്മൾ പറയുന്നത് പൈനിയൽ ഗ്രന്ഥിയെക്കുറിച്ചാണ്. ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ്? അതാണ് പൈനിയൽ ഗ്രന്ഥി അല്ലെങ്കിൽ പീനിയൽ ഗ്രന്ഥി എന്നൊക്കെ പറയും. ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് പൈനിയൽ ഗ്രന്ഥി. ഉറക്കവും ഉണരലും നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിൻ്റെ മധ്യഭാഗത്തായി കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് പൈനിയൽ ഗ്രന്ഥി. അപ്പോൾ ഈ പീനിയൽ ഗ്രന്ഥി അല്ലെങ്കിൽ പൈനിയൽ ഗ്രന്ഥിയുടെ പ്രധാനപ്പെട്ട ധർമ്മം എന്താണ്? ഉറക്കവും ഉണരലും നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് പൈനിയൽ ഗ്രന്ഥി. അപ്പം നമ്മൾ ഉറങ്ങുന്നതും ഉണരുന്നതും ഏത് ഗ്രന്ഥിയുടെ ഭാഗമായിട്ടാണ്? ആര് നിയന്ത്രിക്കുന്നത് കൊണ്ടാണ്? നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ മധ്യഭാഗത്തിരിക്കുന്ന ഈ പീനിയൽ ഗ്രന്ഥി നമ്മളെ എന്ത് ചെയ്യുന്നു? ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ ആളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഉറങ്ങാനും ഉണരുന്നതിനും നമ്മൾ നിയന്ത്രിക്കുന്നത് പൈനിയൽ ഗ്രന്ഥിയാണ്. ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോണാണ് മെലാട്ടോണിൻ. അപ്പോൾ നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ആരാണ്? അതാണ് മെലാട്ടോണിൻ. മെലാട്ടോണിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് പൈനിയൽ ഗ്രന്ഥി. അപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മളെ ഉറങ്ങുന്നതിനും ഉണരുന്നതിനും സഹായിക്കുന്നത് ആരാണ്? ഈ പൈനിയൽ ഗ്രന്ഥിയാണ്. പൈനിയൽ ഗ്രന്ഥിയാണ് എന്തുൽപ്പാദിപ്പിക്കുന്നത്? മെലാട്ടോണിൻ ഉൽപ്പാദിപ്പിക്കുന്നത് പൈനിയൽ ഗ്രന്ഥിയാണ്. പകൽ സമയത്തെ അപേക്ഷിച്ച് രാത്രികാലങ്ങളിൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് മെലാട്ടോണിൻ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഉറങ്ങുന്നത്, അല്ലേ? അപ്പം നമ്മളെ ഉണരുന്നതിനും ഉറങ്ങുന്നതിനും സഹായിക്കുന്നതാണ് ആര്? ഈ പൈനിയൽ ഗ്രന്ഥി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പകൽ സമയത്തെ അപേക്ഷിച്ച് രാത്രികാലങ്ങളിൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? അതാണ് മെലാട്ടോണിൻ. കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് മെലാട്ടോണിൻ എന്ന് പറയുന്നത്. അപ്പോൾ മെലാട്ടോണിൻ്റെ പ്രത്യേകത എന്താണ്? കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ, അതായത് പ്രസവിക്കുകയും അങ്ങനെ മുലയൂട്ടി വളർത്തുകയൊക്കെ ചെയ്യുന്ന ഈ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് മെലാട്ടോണിൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ വളർച്ചാഘട്ടത്തെക്കുറിച്ചാണ് പറയുന്നത്. ഹോർമോൺ നിയന്ത്രണത്തിൽ നടക്കുന്ന പ്രവർത്തനമാണ് ശരീര വളർച്ച എന്ന് പറയുന്നത്. അപ്പോൾ ഹോർമോൺ നിയന്ത്രണത്തിലൂടെയാണ് നടക്കുന്നത് എന്ത്? ശരീര വളർച്ച നടക്കുന്നത്. ശരീര വളർച്ചയ്ക്ക് ആവശ്യമായ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്? പിറ്റ്യൂട്ടറി ഗ്രന്ഥി. അപ്പോൾ നമ്മുടെ ശരീര വളർച്ച
അതിനാവശ്യമായ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് ഗ്രന്ഥിയാണ്? അത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. വളർച്ചാഘട്ടത്തിൽ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോണാണ് സൊമാറ്റോട്രോപ്പിൻ. അപ്പോൾ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ ഏതാണ്? അതാണ് സൊമാറ്റോട്രോപ്പിൻ. അപ്പോൾ ഈ വളർച്ചയെ ത്വരിതപ്പെടുത്തിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല? സാധാ പോലെ വളരത്തില്ല. അതാണ് വളർച്ചാഘട്ടത്തിൽ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ സൊമാറ്റോട്രോപ്പിനാണ്. ആരാണ്? നമ്മുടെ ശരീര വളർച്ചയ്ക്ക് ആവശ്യമായ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാ? ഏത് ഗ്രന്ഥിയാണ്? അത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ് നമ്മുടെ സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനത്തിന് കാരണമാകുന്നത്. സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കൂടിയാൽ അമിതമായ ശരീര വളർച്ച ഉണ്ടാകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഭീമാകാരത്വം അല്ലെങ്കിൽ ജൈജാൻറ്റിസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കൂടിയാലും കുഴപ്പമാണ്, കുറഞ്ഞാലും കുഴപ്പമാണ്. അപ്പോൾ കൂടിയാൽ എന്തുണ്ടാകും? കൂടിയാൽ ഉണ്ടാകുന്ന ശരീര വളർച്ച അമിതമാകും. ആ ഒരു അവസ്ഥയ്ക്ക് പറയുന്നതാണ് ഭീമാകാരത്വം. ഇനി സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞ് വളർച്ച മുരടിക്കുന്ന അവസ്ഥയുണ്ട്. ആ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് വാമനത്വം അല്ലെങ്കിൽ ഡോർഫിസം എന്ന് പറയും. അപ്പോൾ സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കൂടിയാൽ എന്താണ്? ഭീമാകാരത്വം ഉണ്ടാകും. കുറഞ്ഞാൽ എന്തുണ്ടാകും? വാമനത്വവും ഉണ്ടാകും. വളർച്ചാഘട്ടത്തിന് ശേഷം സൊമാറ്റോട്രോപ്പിൻ്റെ അമിതമായ ഉൽപ്പാദനം മൂലം മുഖം, താടിയെല്ല്, വിരലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾ വളരുന്ന സാഹചര്യത്തിന് പറയുന്ന പേരാണ് അക്രോമെഗാലി. അപ്പോൾ നമ്മുടെ വളർച്ചാഘട്ടത്തിന് ശേഷം എന്ത് ചെയ്യും? സൊമാറ്റോട്രോപ്പിൻ്റെ അമിതമായ ഉൽപ്പാദനം മൂലം നമ്മുടെ മുഖം, താടിയെല്ല്, വിരലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾ എന്ത് ചെയ്യും? ക്രമാതീതമായിട്ട് അങ്ങോട്ട് വളരും. ആ ഒരു അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് അക്രോമെഗലി. അക്രോമെഗലി. അടുത്ത നമ്മൾ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെക്കുറിച്ചാണ് പറയുന്നത്. എന്താണെന്ന് നോക്കാം. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ട്രോപ്പിക് ഹോർമോൺ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? അതാണ് ട്രോപ്പിക് ഹോർമോൺ എന്ന് പറയുന്നത്. അപ്പോൾ ട്രോപ്പിക് ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളമാണ്. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ട്രോപ്പിക് ഹോർമോൺ. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിൻതളത്തിൽ നിന്ന് സ്രവിക്കുന്ന ഹോർമോണുകളാണ് ഓക്സിറ്റോസിനും വാസോപ്രസിനും. അപ്പോൾ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എന്താണ് ഹോർമോൺ ചോദിച്ചാൽ അത് ട്രോപ്പിക് ഹോർമോണാണ്. പിൻതളത്തിൽ നിന്ന്, പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിൻതളത്തിൽ നിന്ന് സ്രവിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ്? ഓക്സിറ്റോസിനും വാസോപ്രസിനുമാണ്. ഓക്സിറ്റോസിനും വാസോപ്രസിൻ എന്നീ ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നത് ഹൈപ്പോതലാമസ് ആണ്. അപ്പം നമ്മുടെ ഈ ഓക്സിറ്റോസിനെയും വാസോപ്രസിനെയും ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? അത് ഹൈപ്പോതലാമസ് ആണ്. അപ്പോൾ ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോണുകളാണ് ഏതൊക്കെ? ഓക്സിറ്റോസിനും വാസോപ്രസിനും. വൃക്കയിലെ ജലത്തിൻ്റെ പുനരാകിരണം സാധ്യമാക്കുന്നതിലൂടെ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്ന ഹോർമോണാണ് വാസോപ്രസിൻ. അപ്പം നമ്മുടെ വൃക്കയിലെ ജലത്തിൻ്റെ പുനരാകിരണം സാധ്യമാക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൻ്റെ ജലത്തിൻ്റെ അളവ് എന്ത് ചെയ്യുന്നു? ക്രമീകരിക്കുന്നത് ആരാണ്? വാസോപ്രസിനാണ്. വാസോപ്രസിൻ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് എന്ത് ചെയ്യുന്നത്? ക്രമീകൃതമായിട്ട് മുന്നോട്ട് പോകുന്നത്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് ഇനി നമ്മൾ പറയുന്നത് അവയുടെ ധർമ്മങ്ങളുമാണ്. അപ്പോൾ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ എന്തൊക്കെയാണ് അവയുടെ ധർമ്മങ്ങളെന്നാണ് നോക്കുന്നത്. തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അഥവാ TSH. അപ്പോൾ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അല്ലെങ്കിൽ TSH തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നതാണ്. ഏത്? തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റിമുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഉത്തേജിപ്പിക്കുക. അപ്പോൾ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നതാണ് TSH, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഇനി അഡ്രിനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ ACTH എന്ന് പറയും. അപ്പോൾ ഏതാണ്? അഡ്രിനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ അഥവാ ACTH. എന്താണ് ഇതിൻ്റെ ധർമ്മം? അഡ്രിനൽ ഗ്രന്ഥിയുടെ കോർട്ടക്സിൻ്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു. നമ്മുടെ അഡ്രിനൽ ഗ്രന്ഥിയുടെ
കോർട്ടക്സിൻ്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നതാരാണ്? അത് ACTH ആണ്. അഡ്രിനോ കോർട്ടിക്കോ ട്രോപ്പിക് ഹോർമോൺ എന്ത് ചെയ്യുന്നു? അഡ്രിനൽ ഗ്രന്ഥിയുടെ കോർട്ടക്സിൻ്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു. ആ പേരിൽ തന്നെയുണ്ട് അഡ്രിനോ കോർട്ടിക്കോ. അപ്പോൾ അഡ്രിനൽ ഗ്രന്ഥിയുടെ കോർട്ടക്സിൻ്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു. അടുത്ത് നമ്മൾ പറയുന്നു ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ GTH. എന്താണ് ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ ചെയ്യുന്നത്? പുരുഷന്മാരിൽ വൃഷണങ്ങളുടെ പ്രവർത്തനം, അതുപോലെ സ്ത്രീകളിൽ അണ്ഡാശയങ്ങളുടെ പ്രവർത്തനം എന്നിവ ഉത്തേജിപ്പിക്കുന്നതാരാണ്? GTH ആണ്. അപ്പോൾ നമ്മുടെ പുരുഷന്മാരിൽ എന്ത് ചെയ്യുന്നു? വൃഷണങ്ങളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നു. പുരുഷന്മാരിൽ വൃഷണങ്ങളുടെ പ്രവർത്തനത്തെയും സ്ത്രീകളിൽ അണ്ഡാശയങ്ങളുടെ പ്രവർത്തനത്തെയും എന്ത് ചെയ്യുന്നു? ഉത്തേജിപ്പിക്കുന്ന ഹോർമോണാണ് GTH അഥവാ ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ എന്ന് പറയുന്നത്. അടുത്ത വളർച്ചാ ഹോർമോൺ അഥവാ സൊമാറ്റോട്രോപ്പിൻ. നമുക്കറിയാം സൊമാറ്റോട്രോപ്പിനെയാണ് നമ്മൾ വളർച്ചാ ഹോർമോൺ എന്ന് പറയുന്നത്. ഇതെന്ത് ചെയ്യുന്നു? ശരീര വളർച്ച ത്വരിതപ്പെടുത്തുന്നു. ഇനി പ്രോലാക്റ്റിൻ. എന്താണ് പ്രോലാക്റ്റിൻ ചെയ്യുന്നത്? മുലപ്പാൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നത്. മുലപ്പാൽ ഉൽപ്പാദനമാണ് ആരുടെ ധർമ്മം? പ്രോലാക്റ്റിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഹോർമോണുകളും അവയുടെ ധർമ്മങ്ങളുമാണ് പറയുന്നത്. ഓക്സിറ്റോസിൻ എന്ത് ചെയ്യുന്നു? ഓക്സിറ്റോസിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് ഗർഭാശയ ഭിത്തിയിലെ മിനുസപേശികളെ സങ്കോചിപ്പിച്ച് പ്രസവം സുഗമമാക്കുന്നതാരാണ്? ഓക്സിറ്റോസിനാണ്. അപ്പം നമ്മുടെ ഓക്സിറ്റോസിൻ എന്ത് ചെയ്യുന്നു? ഗർഭാശയ ഭിത്തിയിലെ മിനുസപേശികളെ സങ്കോചിപ്പിച്ച് പ്രസവം സുഗമമാക്കുന്നതാരാണ്? ഓക്സിറ്റോസിനാണ്. അതുപോലെ മുലപ്പാൽ ചുരത്താൻ സഹായിക്കുന്നതും ആരാണ്? ഓക്സിറ്റോസിനാണ്. അപ്പോൾ ഓക്സിറ്റോസിൻ എന്തൊക്കെ ചെയ്യുന്നു? നമ്മുടെ മിനുസപേശികളെ, ഗർഭാശയ ഭിത്തിയിലെ മിനുസപേശികളെ സങ്കോചിപ്പിച്ച് പ്രസവം സുഗമമാക്കുന്നു. മുലപ്പാൽ ചുരത്താൻ സഹായിക്കുന്നതും ആരാണ്? ഓക്സിറ്റോസിനാണ്. ഇനി വാസോപ്രസിൻ അല്ലെങ്കിൽ ADH ആൻറ്റി ഡയൂററ്റിക് ഹോർമോണാണ്. വാസോപ്രസിൻ അല്ലെങ്കിൽ ADH എന്ന് പറയും, ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ. അപ്പോൾ എന്താണ് വാസോപ്രസിൻ ചെയ്യുന്നത്? വൃക്കയിലെ ജലത്തിൻ്റെ പുനരാകിരണത്തിന് സഹായിക്കുന്നതാണ് ആര്? വാസോപ്രസിൻ. അടുത്ത് നമ്മൾ പറയുന്നത് രക്തത്തിലെ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കലിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ വാസോപ്രസിൻ ഉൽപ്പാദനം കുറയുന്നു. വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? വൃക്കയിലെ ജലത്തിൻ്റെ പുനരാകിരണം കുറയും. അപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ മൂത്രത്തിൻ്റെ അളവ് കൂടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ വാസോപ്രസിൻ ഉൽപ്പാദനം കുറയുന്നത് മൂലം എന്തുണ്ടാകും? വൃക്കയിലെ ജലത്തിൻ്റെ പുനരാകിരണം കുറയുന്നു. അതുപോലെ മൂത്രത്തിൻ്റെ അളവ് എന്ത് ചെയ്യുന്നു? കൂടുന്നു. ഇനി രക്തത്തിൽ ജലത്തിൻ്റെ സാധാരണ അളവ് എന്ന് പറയുന്നത് നിയന്ത്രിക്കുന്നതും ആരാണ്? നമ്മുടെ വാസോപ്രസിനാണ്. ഇനി ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്നു. അപ്പോൾ ഈ വൃക്കയിലെ ജലത്തിൻ്റെ പുനരാകിരണം കുറയാതെ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്നതും ആരാണ്? വാസോപ്രസിനാണ്. അതുപോലെ വൃക്കയിലെ ജലത്തിൻ്റെ പുനരാകിരണം കൂടിയാൽ നമ്മുടെ മൂത്രത്തിൻ്റെ അളവ് എന്ത് ചെയ്യും? കുറയും. അപ്പോൾ അത് എന്ത് ചെയ്യുന്നു? അതും വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കൂടുന്നതിലൂടെ അതിനെയും എന്ത് ചെയ്യുന്നു? നിയന്ത്രിക്കുന്നു. അപ്പോൾ വേനൽക്കാലത്ത് വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കൂടുതലായിരിക്കും. അപ്പോൾ വേനൽക്കാലത്ത് വാസോപ്രസിനെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കും. എന്നാൽ മഴക്കാലത്ത് അതുപോലെ തണുപ്പ് കാലത്തും ഇതിൻ്റെ ഉൽപ്പാദനം എങ്ങനെയാണ്? കുറവായിരിക്കും. അപ്പോൾ വേനൽക്കാലത്ത് വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കൂടുതലും മഴക്കാലത്തും തണുപ്പ് കാലത്തും വാസോപ്രസിൻ്റെ ഉൽപ്പാദനം എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. അടുത്ത് നമ്മൾ പറയുന്നത് ഡയബറ്റിസ് ഇൻസിപ്പിഡസിനെ കുറിച്ചാണ്. എന്താണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറഞ്ഞാൽ? വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറയുമ്പോൾ വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകിരണം കുറയുകയും കൂടിയ അളവിൽ മൂത്രം പുറന്തള്ളപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയ്ക്ക് പറയുന്നതാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞാൽ എന്ത് ചെയ്യും? വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകിരണം കുറയുകയും കൂടിയ അളവിൽ മൂത്രം പോവുകയും ചെയ്യുന്നു, പുറന്തള്ളപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇതാണെന്ത്? ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ഡയബറ്റിസ് ഇൻസിപ്പിഡസിൻ്റെ പ്രധാന ലക്ഷണം എന്താണ്? കൂടെയുള്ള മൂത്രവിസർജനം, കൂടിയ ദാഹം എന്നിവയാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസിൻ്റെ പ്രധാന
പ്രധാനപ്പെട്ട ലക്ഷണങ്ങളെന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് ലൈംഗിക ഹോർമോണുകളെ കുറിച്ചാണ്. ടെസ്റ്റോസ്റ്റിറോൺ ആണ് ഒന്നാമത് നമ്മൾ പറയുന്നത്. എന്താണ് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഒരു ലൈംഗിക ഹോർമോണാണ്. ദ്വിതീയ ലൈംഗിക സവിശേഷതകൾ, അതായത് ശബ്ദമാറ്റം, രോമവളർച്ച, ലൈംഗിക അവയവ വളർച്ച, ബീജോൽപാദനം എന്നിവയുടെ നിയന്ത്രണം, ഇതൊക്കെ ആരുടെ കയ്യിലാണ്? ഇതൊക്കെ എന്താ ചെയ്യുന്നത്? ഇതൊക്കെയാണ് നമ്മുടെ ആരുടെ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ജോലി എന്ന് പറയുന്നത്, ധർമ്മം എന്ന് പറയുന്നത്. എന്തൊക്കെ ചെയ്യുന്നു? ടെസ്റ്റോസ്റ്റിറോണാണ് നമ്മുടെ ദ്വിതീയ ലൈംഗിക സവിശേഷതകൾക്ക് കാരണം. അതായത് ശബ്ദമാറ്റം, രോമവളർച്ച, ലൈംഗിക വളർച്ച, ബീജോൽപാദനം എന്നിവയുടെ നിയന്ത്രണമൊക്കെ ആരാണ് ഉണ്ടാക്കുന്നത്? ടെസ്റ്റോസ്റ്റിറോണാണ്. ഇനി നമ്മൾ പറയുന്നത് ഈസ്ട്രജൻ. ദ്വിതീയ ലൈംഗിക സവിശേഷതകൾ അതായത് എന്തൊക്കെയാണ്? അണ്ടോൽപാദനം, ആർത്തവചക്രം എന്നിവയുടെ നിയന്ത്രണം ആരുടെ കയ്യിലാണ്? ഇതൊക്കെയാണ് ഈസ്ട്രജൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ദ്വിതീയ ലൈംഗിക സവിശേഷതകളും അതുപോലെ അണ്ടോൽപാദനം, ആർത്തവചക്രം എന്നിവയുടെ നിയന്ത്രണവും ഈസ്ട്രജനാണ്. ഇനി നമ്മൾ പറയുന്നത് പ്രൊജസ്ട്രോൺ. അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ആദ്യം പറഞ്ഞു ഏതാണ്? ടെസ്റ്റോസ്റ്റിറോൺ. ഇപ്പോൾ ഏതാ പറഞ്ഞത്? ഈസ്ട്രജൻ. ഇനി എന്താണ്? പ്രൊജസ്ട്രോൺ. ഇത് മൂന്നുമാണ് നമ്മുടെ ലൈംഗിക ഹോർമോണുകൾ എന്ന് പറയുന്നത്. ഇനി പ്രൊജസ്ട്രോണിൻ്റെ ധർമ്മം എന്താണ്? അണ്ടോൽപാദനം, ആർത്തവചക്രം, ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്തൽ എന്നിവയുടെ നിയന്ത്രണം ആർക്കാണ്? പ്രൊജസ്ട്രോണാണ്. പ്രൊജസ്ട്രോണിനാണ് ഇവ മൂന്നുമുള്ളത്. എന്തൊക്കെയാണ്? അണ്ടോൽപാദനം, ആർത്തവചക്രം, അതുപോലെ ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്തൽ. ഇതൊക്കെ ആരാ ചെയ്യുന്നത്? പ്രൊജസ്ട്രോണാണ് ചെയ്യുന്നത്. അടുത്ത നമ്മൾ പറയുന്നത് ഹൈപ്പോതലാമസ് ആണ്. മസ്തിഷ്ക ഭാഗമായ ഹൈപ്പോതലാമസ് അന്തസ്രാവി ഗ്രന്ഥിയുമാണ്. അപ്പോൾ ഈ ഒരു അന്തസ്രാവി ഗ്രന്ഥിയാണ് ആര്? ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത് അന്തസ്രാവി ഗ്രന്ഥി കൂടിയാണ്. മസ്തിഷ്കത്തിൻ്റെ ഭാഗമാണ് ആര്? ഹൈപ്പോതലാമസ്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെയും അതുവഴി മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളെയും നിയന്ത്രിക്കുന്ന ശരീരഭാഗമാണ് ഹൈപ്പോതലാമസ്. അപ്പോൾ ഹൈപ്പോതലാമസ് എന്തൊക്കെ ചെയ്യുന്നു? പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെയും അതുവഴി മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളെയും നിയന്ത്രിക്കുന്ന ശരീരഭാഗം ഏതാണ്? അത് ഹൈപ്പോതലാമസ് ആണ്. വിവിധ തരം റിലീസിംഗ് ഹോർമോണുകൾ, ഇൻഹിബിറ്ററി ഹോർമോണുകൾ എന്നിവ ഉൽപ്പാദിപ്പിച്ച് ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെയും അതുവഴി അന്തസ്രാവി ഗ്രന്ഥിയെയും മൊത്തമായി നിയന്ത്രിക്കുന്നു. അപ്പോൾ ഇത് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഏതൊക്കെയാണ്? റിലീസിംഗ് ഹോർമോണുകൾ അതുപോലെ ഇൻഹിബിറ്ററി ഹോർമോണുകളൊക്കെ ഉൽപ്പാദിപ്പിച്ച് ഹൈപ്പോതലാമസ് ആരെയൊക്കെ നിയന്ത്രിക്കുന്നു? പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെയും അതുവഴി അന്തസ്രാവി ഗ്രന്ഥിയെയും മൊത്തമായിട്ട് നിയന്ത്രിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ഹൈപ്പോതലാമസ് ആണ്. ഇനി നമ്മുടെ ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുമായുള്ള ബന്ധമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ എന്താണ്? ഹൈപ്പോതലാമസ് റിലീസിംഗ് ഹോർമോണും അതുപോലെ നമ്മൾ പറഞ്ഞു ഇൻഹിബിറ്ററി ഹോർമോണുകളും ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉത്തേജിപ്പിക്കപ്പെട്ട് ട്രോപ്പിക് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അപ്പോൾ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളമാണ് എന്തുൽപ്പാദിപ്പിക്കുന്നത്? ട്രോപ്പിക് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളത്തിലെ ട്രോപ്പിക് ഹോർമോണുകളിലൂടെ ഉൽപ്പാദനത്തെ തടയുന്നതാരാണ്? ഇൻഹിബിറ്ററി ഹോർമോണുകളാണ്. അപ്പോൾ പിറ്റ്യൂട്ടറി ഗ്രന്ഥി റിലീസിംഗ് ഹോർമോൺ എന്ത് ചെയ്യുന്നു? പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളത്തെ ഉത്തേജിപ്പിച്ചിട്ട് ട്രോപ്പിക് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് റിലീസിംഗ് ഹോർമോൺ. ഇനി ഇവിടെ ഇൻഹിബിറ്ററി ഹോർമോൺ എന്ത് ചെയ്യുന്നു? പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളത്തിലെ ട്രോപ്പിക് ഹോർമോണുകളുടെ ഉൽപ്പാദനത്തെ തടയുന്നു. ഇനി നമ്മൾ ട്രോപ്പിക് ഹോർമോണുകൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. TSH, അതുപോലെ ACTH, GTH എന്നിവയാണ് ട്രോപ്പിക് ഹോർമോണുകൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് ഫിറമോൺ, നമ്മുടെ ഫിറമോണുകളെ കുറിച്ചാണ്. അപ്പോൾ ഫിറമോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ആശയവിനിമയത്തിന് ജന്തുക്കൾ ചുറ്റുപാടിലേക്ക് സ്രവിക്കുന്ന രാസവസ്തുക്കളാണ് ഫിറമോണുകൾ. അപ്പോൾ ഫിറമോൺ എന്ന് പറഞ്ഞാൽ ആശയവിനിമയത്തിനായിട്ട് ജന്തുക്കൾ ചുറ്റുപാടിലേക്ക് സ്രവിക്കുന്ന രാസവസ്തുക്കൾക്കാണ് എന്തെന്ന് പറയുന്നത്? ഫിറമോണുകൾ എന്ന് പറയുന്നത്. ഫിറമോണുകൾ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങൾ എന്തിനൊക്കെയാണ് വേണ്ടിയിട്ടാണ് ഈ ഫിറമോണുകൾ ഉപയോഗിക്കുന്നത്? ഇണയെ ആകർഷിക്കുന്നതിന്, അതുപോലെ ഭക്ഷണ ലഭ്യത അറിയിക്കൽ, സഞ്ചാരപാത നിർണ്ണയിക്കൽ,
അപകട സാധ്യത അറിയിക്കൽ. അപ്പം ജീവികൾ പരിസ്ഥിതിയിൽ എന്ത് ചെയ്യുന്നു, ചുറ്റുപാട് ഉള്ള ജന്തുക്കൾ അവരുടെ ആശയവിനിമയം നടത്തുന്നതാണ്. എങ്ങനെയാണ് അവർ ഇണയെ ആകർഷിക്കുന്നത്, അതുപോലെ ഭക്ഷണ ലഭ്യത അറിയിക്കുന്നത്, സഞ്ചാരപാത നിർണ്ണയിക്കുന്നത്, അപകട സാധ്യത അറിയിക്കുന്നതൊക്കെ ഏതിലൂടെയാണ്? ഈ ഫിറമോണുകളുടെ ഉൽപ്പാദനത്തിലൂടെയാണ്. തേനീച്ചകൾ, ചിതലുകൾ മുതലായവ കോളനികളായി ജീവിക്കുന്നത് ഫിറമോണുകൾ ഉപയോഗിച്ചുള്ള രാസസന്ദേശങ്ങൾ വഴിയാണ്. അപ്പോൾ നമുക്കറിയാം ഉറുമ്പ്, തേനീച്ച, ചിതൽ ഇവയൊക്കെ എന്ത് ചെയ്യുന്നു, കോളനികളായി ജീവിക്കുന്നത് എങ്ങനെയാണ്? ഫിറമോണുകൾ ഉപയോഗിച്ചുള്ള രാസസന്ദേശങ്ങൾ വഴിയാണ് ഇവരിങ്ങനെ കൂട്ടത്തോടെ ജീവിക്കുന്നത്. കസ്തൂരിമാനിലെ കസ്തൂരി, വെരുകിലെ സിവറ്റോൺ, പെൺപട്ടുനൂൽ ശലഭത്തിലെ ബോംബിക്കോൾ എന്നിവ ഫിറമോണുകൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഫിറമോണുകൾക്ക് ഉദാഹരണം? കസ്തൂരിമാനിലെ കസ്തൂരി. ഇനി വെരുകിലുള്ളതാണ് സിവറ്റോൺ, വെരുകിൽ കാണപ്പെടുന്ന സിവറ്റോൺ. പെൺപട്ടുനൂൽ ശലഭത്തിലെ ബോംബിക്കോൾ, ബോംബിക്കോൾ എന്നത് പെൺപട്ടുനൂൽ ശലഭത്തിലെ ഫിറമോണാണ്. ഇതൊക്കെ ഫിറമോണുകൾക്ക് ഉദാഹരണമാണ്. ചിലപ്പോൾ ചോദിക്കും കസ്തൂരിമാനിൽ കാണുന്ന ഫിറമോൺ ഏതാണ്? അത് കസ്തൂരിയാണ്. വെരുകിലാണെങ്കിൽ ഏത് ഫിറമോണാണ് കാണുന്നത്? സിവറ്റോൺ. ഇനി ബോംബിക്കോൾ എവിടെയാണ് കാണപ്പെടുന്നതെന്ന് ചോദിച്ചാൽ പെൺപട്ടുനൂൽ ശലഭത്തിൽ കാണപ്പെടുന്ന ഫിറമോണാണ് ബോംബിക്കോൾ. കാർഷിക മേഖലയിൽ കൃത്രിമ ഫിറമോണുകൾ ഉപയോഗിച്ചുള്ള കീടനിയന്ത്രണ മാർഗം അവലംബിച്ച് വരുന്നുണ്ട്. അപ്പം നമ്മുടെ കാർഷിക മേഖലയിൽ കൃത്രിമ ഫിറമോണുകൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കീടനിയന്ത്രണ മാർഗങ്ങൾ അവലംബിച്ച് വരുന്നുണ്ട്. സസ്യ വളർച്ച നിയന്ത്രക വസ്തുക്കൾ. അപ്പോൾ എന്തൊക്കെയാണ്? സസ്യങ്ങളിലെ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് സസ്യ ഹോർമോണുകളാണ്. അപ്പോൾ സസ്യങ്ങളുടെ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് ആരാ? സസ്യ ഹോർമോണുകൾ. ഇനി സസ്യ ഹോർമോണുകൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സസ്യ വളർച്ച നിയന്ത്രക വസ്തുക്കൾ. അപ്പോൾ സസ്യ ഹോർമോണുകളെ എന്നുകൂടി അറിയപ്പെടുന്നു? സസ്യ വളർച്ച നിയന്ത്രക വസ്തുക്കൾ എന്നുകൂടി അറിയപ്പെടുന്നു. സസ്യ ഹോർമോണുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ അടുത്ത് നോക്കുന്നത് ജിബർലിൻ. ജിബർലിൻ എന്ന് പറയുന്നത് ഒരു സസ്യ ഹോർമോണാണ്, ജിബർലിൻ. അതുപോലെ ഓക്സിൻ, ഇവയൊക്കെ സസ്യ ഹോർമോണുകളാണ്. ഇനി എന്താണ് ജിബർലിൻ ചെയ്യുന്നതെന്ന് നോക്കാം. സമൃദ്ധാഹാരത്തെ വിഘടിപ്പിച്ച് വിത്തുകൾ മുളയ്ക്കാൻ സഹായിക്കുന്നു. അപ്പോൾ സമൃദ്ധാഹാരത്തെ വിഘടിപ്പിച്ച് വിത്തുകൾ മുളയ്ക്കാൻ സഹായിക്കുന്നത് എന്താണ്? അത് ജിബർലിനാണ്. അതുപോലെ ഇല വിരിയാൻ സഹായിക്കുന്നത് ആരാണ്? ജിബർലിനാണ്. അപ്പോൾ എന്തൊക്കെ ചെയ്യുന്നു? സമൃദ്ധാഹാരത്തെ വിഘടിപ്പിച്ച് വിത്ത് മുളയ്ക്കാൻ സഹായിക്കുന്നു, ഇല വിരിയാൻ സഹായിക്കുന്നു. അപ്പോൾ വിത്ത് മുളയ്ക്കാനും ഇല വിരിയാനും സഹായിക്കുന്ന ആരാണ്? അത് ജിബർലിനാണ്. ഇനി ഓക്സിൻ്റെ ജോലി എന്താണ്? കോശ വളർച്ച, കോശ ദീർഘീകരണം, അഗ്രമുകുളത്തിൻ്റെ വളർച്ച, ഫലരൂപീകരണം എന്നിവയെ സഹായിക്കുന്നത് ആരാണ്? ഓക്സിനാണ്. അപ്പോൾ ഓക്സിൻ എന്തൊക്കെ ചെയ്യുന്നു? കോശ വളർച്ച, കോശ ദീർഘീകരണം, അഗ്രമുകുളത്തിൻ്റെ വളർച്ച, ഫലരൂപീകരണം എന്നിവയെ സഹായിക്കുന്നത് ആരാണ്? ഓക്സിനാണ്. ഓക്സിൻ. ഇനി അടുത്ത നമ്മൾ പറയുന്നത് സൈറ്റോകിനിനാണ്. സൈറ്റോകിനിൻ എന്താ ചെയ്യുന്നത്? കോശ വളർച്ച, കോശ വിഭജനം, കോശ വൈവിധ്യവൽക്കരണം എന്നിവയെ സഹായിക്കുന്നത് ആരാണ്? അത് സൈറ്റോകിനിനാണ്. അപ്പോൾ സൈറ്റോകിനിൻ എന്ത് ചെയ്യുന്നു? കോശ വളർച്ച, കോശ വിഭജനം, കോശ വൈവിധ്യവൽക്കരണം എന്നിവയെ സഹായിക്കുന്നത് ആരാണ്? സൈറ്റോകിനോനാണ്. സൈറ്റോകിനോൻ എന്തൊക്കെ ചെയ്യുന്നു? കോശ വളർച്ച, കോശ വിഭജനം, കോശ വൈവിധ്യവൽക്കരണം. ഇനി അബ്സസിക് ആസിഡ്. എന്താ അബ്സസിക് ആസിഡിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്? ഭ്രൂണത്തിൻ്റെ സുഷുപ്താവസ്ഥ അല്ലെങ്കിൽ സുപ്താവസ്ഥ, പാകമായ ഇലകൾ, കായ്കൾ എന്നിവയുടെ പൊഴിയലിനെ സഹായിക്കുന്നു. ഇതൊക്കെ ആരാണ്? അബ്സസിക് ആസിഡ് ചെയ്യുന്നു. അപ്പോൾ ഭ്രൂണത്തിൻ്റെ സുപ്താവസ്ഥയെയും പാകമായ ഇലകൾ, കായ്കൾ എന്നിവയുടെ പൊഴിയലിനെ സഹായിക്കുന്നതുമാരാണ്? അബ്സസിക് ആസിഡാണ്. അപ്പോൾ അബ്സസിക് ആസിഡ് എന്തൊക്കെ ചെയ്യുന്നു? ഭ്രൂണത്തിൻ്റെ സുപ്താവസ്ഥയെയും ഇലകൾ, അതുപോലെ പാകമായ ഇലകൾ, കായ്കൾ എന്നിവയുടെ പൊഴിയലിനെ സഹായിക്കുന്നതുമാരാണ്? അബ്സസിക് ആസിഡാണ്. അടുത്ത് നമ്മൾ പറയുന്നത് എഥിലിനാണ്. എന്താണ് എഥിലിൻ്റെ ധർമ്മം?
വാതക രൂപത്തിലുള്ള ഒരേ ഒരു സസ്യ ഹോർമോണാണ് ആര്? എഥിലിൻ എന്ന് പറയുന്നത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. വാതക രൂപത്തിലുള്ള ഒരേ ഒരു സസ്യ ഹോർമോൺ ആരാണ്? അത് എഥിലിനാണ്. ഇലകളുടെയും ഫലങ്ങളുടെയും പാകമാകലിന് സഹായകമാകുന്ന ഹോർമോണാണ് എഥിലിൻ. അപ്പോൾ ഇലകളുടെയും ഫലങ്ങളുടെയും പാകമാകലിന് സഹായകമാകുന്നത് ആരാണ്? അത് നമ്മുടെ എഥിലിനാണ്. കൂടിയ അളവിലായാൽ ഇലകളുടെയും പഴങ്ങളുടെയും പൊഴിയലിനെ സഹായിക്കുന്ന ഹോർമോണാണ് എഥിലിൻ എന്ന് പറയുന്നത്. അപ്പോൾ വാതക രൂപത്തിലുള്ള ഒരേ ഒരു സസ്യ ഹോർമോണാണ് എഥിലിൻ. ഇലകളുടെയും ഫലങ്ങളുടെയും പാകമാകലിന് സഹായിക്കുന്നത് എഥിലിനാണ്. എന്നാൽ ഇത് കൂടിയ അളവിലായാൽ എന്ത് ചെയ്യും? ഇലകളും കായ്കളും ഒക്കെ എന്ത് ചെയ്യും? ഇലകളുടെയും പഴങ്ങളുടെയും പൊഴിയലിനെ സഹായിക്കുന്നതും എഥിലിനാണ്. അടുത്ത കൃത്രിമ സസ്യ ഹോർമോണുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സസ്യങ്ങളുടെ സ്വാഭാവിക ഹോർമോണുകളുടെ രാസഘടന തിരിച്ചറിഞ്ഞ് കൃത്രിമമായി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ അറിയപ്പെടുന്നതാണ് കൃത്രിമ സസ്യ ഹോർമോണുകൾ. ഫലങ്ങൾ അകാലത്തിൽ പൊഴിയുന്നത് തടയൽ, വേര് മുളപ്പിക്കൽ, കളകളെ നശിപ്പിക്കൽ എന്നീ ആവശ്യങ്ങൾക്കായി കാർഷിക മേഖലയിൽ ഉപയോഗിക്കുന്ന കൃത്രിമ സസ്യ ഹോർമോണാണ് ഓക്സിനുകൾ എന്ന് പറയുന്നത്. അപ്പോൾ കൃത്രിമ സസ്യ ഹോർമോണുകളാണ് ഏത്? ഓക്സിനുകൾ. ഓക്സിനുകൾ എന്ത് ചെയ്യുന്നു? ഫലങ്ങൾ അകാലത്തിൽ പൊഴിയുന്നത് തടയൽ, വേര് മുളപ്പിക്കൽ, കളകളെ നശിപ്പിക്കൽ എന്നീ ആവശ്യങ്ങൾക്കായി കാർഷിക മേഖലയിൽ ഉപയോഗിക്കുന്ന കൃത്രിമ സസ്യ ഹോർമോൺ. ചിലപ്പോൾ ഇങ്ങനെ നമ്മളോട് ചോദിക്കാം, എന്തിനാണ് കാർഷിക മേഖലയിൽ ഉപയോഗിക്കുന്ന കൃത്രിമ സസ്യ ഹോർമോൺ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? നമ്മുടെ ഫലങ്ങൾ അകാലത്തിൽ പൊഴിയുന്നത് തടയുന്നതിനും വേര് മുളപ്പിക്കുന്നതിനും കളകളെ നശിപ്പിക്കുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്ന കൃത്രിമ ഹോർമോൺ ഏതാണ്? ഓക്സിനാണ്. മുന്തിരി, ആപ്പിൾ മുതലായ ഫലങ്ങളുടെ വലിപ്പം വർദ്ധിപ്പിക്കുന്നതിനും മാർക്കറ്റിംഗ് സൗകര്യത്തിനായി ഫലങ്ങൾ പഴുക്കുന്നത് തടയുന്നതിനും ഉപയോഗിക്കുന്ന കൃത്രിമ സസ്യ ഹോർമോൺ ഏതാണ്? അത് ജിബർലിനുകളാണ്. അപ്പോൾ ജിബർലിനുകളുടെ പ്രത്യേകത എന്തൊക്കെയാണ്? മുന്തിരി, ആപ്പിൾ മുതലായ ഫലങ്ങളുടെ വലിപ്പം വർദ്ധിക്കുന്നതിനും അത് മാർക്കറ്റിംഗ് സൗകര്യത്തിനായി ഫലങ്ങൾ എന്ത് ചെയ്യുന്നത്? പഴുക്കുന്നത് തടയുന്നതിനും ഉപയോഗിക്കുന്ന കൃത്രിമ സസ്യ ഹോർമോണാണ് ജിബർലിൻ. ഇനി പൈനാപ്പിൾ ചെടികൾ ഒരേ സമയം പുഷ്പിക്കാനും തക്കാളി, ചെറുനാരങ്ങ, ഓറഞ്ച് തുടങ്ങിയവ എന്ത് ചെയ്യുന്നതിന് തുടങ്ങിയ പഴങ്ങൾ പഴുപ്പിക്കാനും ഉപയോഗിക്കുന്ന കൃത്രിമ സസ്യ ഹോർമോണാണ് എഥിലിൻ. അപ്പോൾ പഴങ്ങൾ പഴുക്കാനായി സഹായിക്കുന്ന കൃത്രിമ ഹോർമോണും എന്ത് തന്നെയാണ്? എഥിലിനാണ്. റബ്ബറിൽ പാലുൽപാദനം വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ദ്രാവക രൂപത്തിലുള്ള പദാർത്ഥമാണ് എത്തിഫോൺ. അപ്പോൾ റബ്ബറിൽ എന്ത് ചെയ്യുന്നു? പാലുൽപാദനം വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ദ്രാവക രൂപത്തിലുള്ള പദാർത്ഥമാണ് എന്ത്? എത്തിഫോൺ എന്ന് പറയുന്നത്. അപ്പോൾ എത്തിഫോണിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ റബ്ബറിൻ്റെ പാലുൽപാദനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ദ്രാവക രൂപത്തിലുള്ള പദാർത്ഥമാണ് എത്തിഫോൺ. എത്തിഫോൺ റബ്ബർ മരങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ എഥിലിനായി മാറി റബ്ബറിൻ്റെ പാലുൽപാദനം കൂട്ടുന്നു. അപ്പോൾ ഈ എത്തിഫോൺ എന്ത് ചെയ്യുന്നു? റബ്ബർ മരങ്ങളിൽ ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ എഥിലിനായി മാറിയിട്ട് അത് എന്ത് ചെയ്യും? റബ്ബർ മരങ്ങളിലെ പാലുൽപാദനം കൂട്ടുന്നു. പഴവർഗ സസ്യങ്ങൾ ഒരേ സമയത്ത് വിളവെടുപ്പ് നടത്താൻ ഉപയോഗിക്കുന്ന കൃത്രിമ സസ്യ ഹോർമോണാണ് അബ്സസിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ അബ്സസിക് ആസിഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഈ പഴവർഗ സസ്യങ്ങൾ ഒരേ സമയം വിളവെടുപ്പ് നടത്താൻ ഉപയോഗിക്കുന്ന കൃത്രിമ സസ്യ ഹോർമോണാണ് എന്ത്? അബ്സസിക് ആസിഡ് എന്ന് പറയുന്നത്. ഓറഞ്ച്, മുന്തിരി, തണ്ണിമത്തൻ മുതലായ വിളകളിൽ കൃത്രിമ ഓക്സിൻ ഉപയോഗിച്ച് വിത്തില്ലാത്ത ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ ഈ ഓറഞ്ച്, മുന്തിരി, തണ്ണിമത്തൻ എന്നിവയിൽ വിത്തില്ലാത്ത ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് എന്തിൻ്റെ സഹായത്തോടെയാണ്? നമ്മുടെ ഓക്സിൻ ഉപയോഗിച്ചിട്ടാണ്. ഇത്തരത്തിൽ ബീജസംയോഗം നടക്കാതെ തന്നെ അണ്ഡാശയങ്ങൾ ഫലങ്ങളായി മാറുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്താണ്? അതാണ് പാർത്തനോകോർപ്പി. അപ്പോൾ പാർത്തനോകോർപ്പി എന്ന് പറഞ്ഞാൽ ഓറഞ്ച്, മുന്തിരി, തണ്ണിമത്തൻ മുതലായ വിളകളിൽ കൃത്രിമ ഓക്സിൻ ഉപയോഗിച്ച് വിത്തില്ലാത്ത ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു രീതിക്ക് പറയുന്ന പേരാണ് പാർത്തനോകോർപ്പി. ജിബർലിനുകളും പാർത്തനോകോർപ്പിക്ക് കാരണമാകാറുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞല്ലോ ജിബർലിനുകളും എന്തിന് കാരണമാകുന്നു? പാർത്തനോകോർപ്പിക്ക് കാരണമാകാറുണ്ട്. ഇനി ഫലങ്ങൾ അകാലത്തിൽ പൊഴിയുന്നത് തടയാനും വേര് മുളപ്പിക്കാനും
2 അതുപോലെ 4D കളനാശിനിയായും ഉപയോഗിക്കുന്ന കൃത്രിമ ഓക്സിനുകളാണ് NAAയും IBAയും. അപ്പോൾ NAAയും IBAയും എന്താ ചെയ്യുന്നത്? ഫലങ്ങൾ അകാലത്തിൽ പൊഴിയുന്നത് തടയാനും വേര് മുളപ്പിക്കാനും 2,4D കളനാശിനിയായും ഉപയോഗിക്കുന്ന കൃത്രിമ ഓക്സിനുകളാണ് ഏതൊക്കെയാ? NAA, IBA എന്നിവ. ആന്തര സമസ്ഥിതി എന്ന് പറഞ്ഞാൽ എന്താണ്? ജന്തുക്കളിൽ നാഡീവ്യവസ്ഥയുടെയും അന്തസ്രാവി വ്യവസ്ഥയുടെയും ഒത്തുചേർന്നുള്ള പ്രവർത്തനമാണ് ആന്തര സമസ്ഥിതി എന്ന് പറയുന്നത്. അപ്പോൾ ജന്തുക്കളിൽ എന്താണ്? നാഡീവ്യവസ്ഥയുടെയും അന്തസ്രാവി വ്യവസ്ഥയുടെയും ഒത്തുചേർന്നുള്ള പ്രവർത്തനമാണ് ആന്തര സമസ്ഥിതി. ശാരീരിക പ്രവർത്തനങ്ങളുടെ സമസ്ഥിതി നിലനിർത്തുന്ന രാസ സന്ദേശങ്ങളാണ് ഹോർമോണുകൾ എന്ന് പറയുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ആന്തര സമസ്ഥിതി പാലനത്തിന് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ ആവർത്തിച്ച് കാണുക. അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. അതുപോലെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.